ചുങ്കത് ജ്വല്ലറി 5 മിനിറ്റ്സ് ഫൺ സ്റ്റാറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ചിരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. നമ്മുടെ സ്വന്തം KS പ്രസാദ്, നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജ് തസ്നി ഖാൻ, നമുക്ക് പ്രിയപ്പെട്ട നാദിർ ഷാ. ഞാൻ ചന്തച്ചെന്ന് മേടിക്കുന്ന കോഴീനെല്ലാം കൂടി അങ്ങോട്ട് കൊണ്ടുവന്ന് മുട്ടയിട്ട് വിരിയിച്ച് കുഞ്ഞുങ്ങളെല്ലാം കൂടി വലുതായി കുഞ്ഞുങ്ങൾ അതിലേ ഓടുന്നു, കുറച്ച് കുഞ്ഞുങ്ങൾ ഇതിലേ ഓടുന്നു, കോഴി കുഞ്ഞുങ്ങളെല്ലാം അവിടെ ഓടുന്നു. ഇനി കോഴിക്കുട്ടി കൈയെടുത്തു, കോഴി നിനക്കിട്ട് കൊത്തുന്നു, കോഴി ഇപ്പത്തേക്കും ചാടി വീഴുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു സൂപ്രാവും ഞാൻ ഈ കോഴിയെ കൊണ്ടങ്ങോട്ട് വിൽക്കുന്നു. ഇതാ നിങ്ങളുടെ കുഴപ്പം. ഒന്ന് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വരുമ്പോൾ കോഴിയെ കൊണ്ട് വിറ്റ് കള്ളു കുടിക്കുന്നു. ഞാൻ പലവിധ ആയുധങ്ങളും രാവിട്ടുണ്ട്. ഈ രാവാതിരുന്നിട്ടും ഭയങ്കര മൂർച്ചയുള്ള ഒരു ആയുധം ഉണ്ടടി. അയ്യോ അതേതാ ആയുധം എണ്ണ? ഈ അഴുക്ക നാക്ക്. അയ്യോ നീ കളിമണ്ണ് കണ്ടിട്ടുണ്ടോ? ഞാൻ അങ്ങനെ കാണാൻ കളിമണ്ണ് നിങ്ങൾ തലക്കാത്തിരിക്കുമല്ലോ. ആ പയ്യൻ പെൺവേഷം കെട്ടിയപ്പോൾ ഒരു അടക്കം ഒതുക്കൊണ്ടല്ലോ, അത് നിങ്ങൾ രണ്ടുപേരും കണ്ട് പഠിക്കുക. അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടില്ല. ഇവരുടെയൊക്കെ കയ്യിലിരിപ്പ് അനുസരിച്ച് നമ്മൾ അടങ്ങി ഒതുങ്ങിയിരുന്നാൽ നമ്മുടെ ഗതി എന്താവും? ഫേവറേറ്റ് റൗണ്ടിൽ ലൈവ് സ്കിറ്റുമായി എത്തുന്നു ടീം മാന്ത്രികം. എവിടെ പോന്നടാ? നമ്മുടെ സുധാകരന്റെ ആലയില്ലേ, അവിടെ എന്റെ ഒരു മൺമാട്ടി പണിക്കാൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വാങ്ങണം. എടാ കേരളത്തിൽ അങ്ങേർക്ക് മാത്രമേ ആല ഉള്ളെന്ന് പറഞ്ഞാൽ അങ്ങേര് ഇരിക്കണം. നീ അവിടെ തന്നെ കൊണ്ട് കൊടുത്തല്ലടാ. എടേ സംസാരിക്കാൻ സമയമില്ല, ഞാൻ പോയിട്ട് വരട്ടെ. നിനക്ക് അത് തന്നെ വേണോടാ. മൺമറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന പാരമ്പര്യ തൊഴിലുകളിൽ ഒന്നാണല്ലോ ആലകളും കൊല്ലപ്പണിക്കാരും. ഒരു കൊല്ലപ്പണിക്കാരന്റെ ആലയിൽ നടക്കുന്ന രസകരമായ കാഴ്ചയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു ടീം മാന്ത്രികം. കളിമണ്ണുമെനഞ്ഞെടുത്തു കത്തുന്ന കനലിങ്കൽ പുത്തനാമഴകിൻ്റെ ശില്പങ്ങൾ ഒരുക്കുന്നു. കളിമണ്ണുമെനഞ്ഞെടുത്തു കത്തുന്ന കനലിങ്കൽ ഓ രാവ് കൊള്ളാം ഓടി. ഇത് കൂടെ നല്ലോണം രാവിക്കാണ്. നല്ല രസമുണ്ടാ. രാവി കുടുംബം നശിപ്പിച്ചപ്പോ നിങ്ങൾക്ക് സന്തോഷമായല്ലേ? എന്റെ സംസാരം കേട്ടാത്തൊന്നും എനിക്ക് ഇവിടെ ഒരു ജോലി ഇല്ല. അയ്യോ നിങ്ങൾ എന്തൊരു ജോലിയാണ് ചെയ്യണത്? ഒരാഴ്ച കൊണ്ട് ഞാൻ പറയുന്ന അടുക്കള ഇരിക്കുന്ന ഒരു കത്തി എടുത്തൊന്ന് മൂർച്ച വരുത്തി തരാൻ. ആ പറഞ്ഞത് നിങ്ങൾ കേട്ടായിരുന്ന? നിനക്ക് അത് വല്ല നല്ല ആലയിലും കൊണ്ടു കൊടുത്തൂടെ രമണി? അയ്യോ പിന്നെ നിങ്ങൾ എന്തിനീ ആലയം തുടങ്ങിക്കൊണ്ട് ഇവിടെ ഇരിക്കണത്? എന്റെ പൊന്ന് രമണി, ഇവിടെ ബാക്കിയുള്ളവന് തലയ്ക്ക് മേലെ പണിയായിട്ടാണ് നടക്കുന്നത്. അയ്യോ ഇയാൾക്ക് തലയ്ക്ക് മീതെ പണിയൊന്നും കിടക്കണം. ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ലേ ഇവിടെ തലയ്ക്ക് മീതെ പണി. ഇവിടെ പിന്നെ ശശിയണ്ണനോട് 25 വിട്ട മണലേ മുന്നിടാണ്ട്. അതാണ് തലയ്ക്ക് മീതെ ഉള്ള പണി അല്ലേ? നിങ്ങളെ കൊണ്ട് അതേ പറ്റൂ. എന്റെ പൊന്ന് ഭഗവാനെ, ഞാൻ പലവിധ ആയുധങ്ങളും രാവിട്ടുണ്ട്. ഈ രാവാതിരുന്നിട്ടും ഭയങ്കര മൂർച്ചയുള്ള ഒരു ആയുധം ഉണ്ടടി. അയ്യോ അതേതാ ആയുധം എണ്ണ? ഈ അഴുക്ക നാക്ക്. അയ്യോ എന്റെ പൊന്ന് ഭഗവാനെ, ഒരു മാസം കൊണ്ട് ഞാൻ ഇയാളടുത്ത് പറയുന്നു എന്റെ മുടി കംപ്ലീറ്റ് കൊഴിയുന്നെന്ന്. ആ പറഞ്ഞ നിങ്ങൾ കേട്ടാ? നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞ ആ എണ്ണ ഒന്ന് മേടിച്ചോണ്ട് വരാൻ. അത് നിങ്ങൾ മേടിച്ചോണ്ട് വന്ന ഇത്രയും നാളായിട്ട്. അതാണ്ട് ഈ വാളിട്ട് ഞാൻ പോന്തി തരും. മുടി കൊഴിയാണ്. എന്റെ ഈ മുടി കൊഴിയണ എണ്ണേരെ കാര്യം ആ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന പെങ്കൊച്ചിന്റെ കൂടെ പറഞ്ഞ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതുവഴി പോയ ബസ്സിലെ ഡ്രൈവറും വണ്ടിയിലെ കിളിയും കോളേജ് പിള്ളേരെല്ലാം കൂടെ എന്റെ നെഞ്ചത്തേറി നെല്ലടി പൊങ്കാലിട്ടത്. നിങ്ങൾ ആ പെങ്കൊച്ചിന്റെ അടുത്ത് എന്തായിരുന്നെന്ന് പറഞ്ഞത്? മോളെ ഒരു രാത്രിക്ക് എത്ര? എന്റെ പൊന്ന് ഭഗവാനെ, അതിന്റെ പേര് രാത്രി എന്നല്ല, പിന്നെ അതിന്റെ പേരാണ് ധാത്രി. ഒരക്ഷരം മാറി പോകാനടി എന്നെ എല്ലാം കൂടെ പട്ടി അടിക്കുമ്പോൾ അവിടെ അടിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചെന്ന ആ കരാട്ടെ അങ്ങോട്ട് എടുത്തുകൂടായിരുന്ന? അവിടെ കിടന്ന് നേരെ ശ്വാസം എടുക്കാൻ പറ്റില്ല, അപ്പോഴാണ് അവിടെ കരോട്ട. അയ്യോ അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് എന്റെ അണ്ണഞ്ഞ് വന്നതല്ലേ? നീ അങ്ങനെയൊക്കെ പറയും. നീ തൊട്ടു തൊട്ടില്ല, തൊട്ടു തൊട്ടില്ല, ഒന്ന് മാത്രം തൊട്ടില്ല. സദാശിവ, നിന്നെ കാണും തോറും എനിക്ക് കലി വന്ന് കയറാണ്. ഈ അറപ്പോത്തേക്ക് പണി ഉണ്ടാക്കണ്ടെങ്കിൽ നീ പോ. അതെന്താ വെച്ചാൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? നീ ഒറ്റ ഒരുത്തനാണ് എന്റെ അണ്ണനെ കൊണ്ടുപോയി കുടി പഠിപ്പിച്ചത്, അതുകൊണ്ട് തന്നെടാ. നിങ്ങൾ അങ്ങനെ ഒരിക്കലും പറയരുത്. എന്ത്? അണ്ണനെ ഞാൻ കൊണ്ടുപോയി കുടി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലേ കുടി നിർത്താനുള്ള വഴി ഞാൻ അണ്ണന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തോ വഴി പറഞ്ഞു കൊടുത്തടാ അങ്ങേരക്ക്? എന്റെ സ്വന്തം പൈസ മുടക്കി ഇങ്ങനെ ഞാൻ യോഗ ക്ലാസ്സിൽ കൊണ്ടുപോയില്ലേ? അയ്യോ യവ യോഗ ക്ലാസ്സിൽ കൊണ്ട് ചേർത്ത് അതിന്റെ ഫലം ഇപ്പൊ ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോ ഉണ്ടല്ലേ ഇയാള് തലയെ കുത്തി എന്നാണടാ വെള്ളം അടിക്കണം ഇവിടെ. എടാ ഈ യോഗ ക്ലാസ്സിൽ പോയ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മൾ ആദ്യമൊക്കെ ഒരു പൈൻ്റ് എടുത്ത് 2 പേര് അടിക്കുമ്പോ ഈ പെരുവല്ല് തൊട്ട് സാധനം ഇങ്ങനെ കയറി ഉച്ചം തല എത്തുമ്പോ ഒരു 4 മണിക്കൂർ അടിക്കും. ഈ യോഗ ക്ലാസ്സിൽ വെച്ച് ഈ ശീർഷാസനത്തിലൂടെ ഒരു പെഗ് അടിച്ച ഒറ്റ പെക്ക മതിയാടാ, ഉച്ചം തലേ പിടിക്കും പിടുത്തം. തലേ കുത്തിയിൽ വെള്ളം അടിക്കണത്. അണ്ണാ ഓ എനിക്കൂടെ പഠിപ്പിച്ചേരണേ അണ്ണ. ഏവളില്ലാത്തപ്പോ ഒരു ചെറിയ പൈൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ വാ. പിന്നെ ഒരു കാര്യം, നിങ്ങൾ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ നന്നായാലേ ഞങ്ങൾ ആണുങ്ങൾ നന്നാവൂ. വെള്ളം അടിക്കണേ. ഇനി എല്ലാ കുറ്റം കൂടെ കൊണ്ട് നമ്മളെ തലയെ കൊണ്ട് വൈ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ തലയെ കൊണ്ട് വയ്യടാ നീ.
അയ്യോ അടുക്കള കിടന്ന് മീൻ കരിഞ്ഞാന്നോ ഞാൻ മറന്നുപോയി. ഇവിടെ മനുഷ്യന്റെ വയറ് പോടി. ഇരിക്കണ്ട അവിടെ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്നാ. ഇല്ലെന്നാ. ഓ തൊട്ടില്ല താഴും മുകിലിൻ മകടി പാട്ടും തെറ്റിപ്പോയി. അയ്യോടാ, ആരുടെ ഇത്? എവിടെ പോണ് കലമൊക്കെ കൊണ്ട്? കലം കൊണ്ട് എവിടെ പോണം? ഇവിടെ നമ്മളെ അമ്പലത്തിലെ ഉത്സവല്ലേ, നാളെ സമൂഹ പൊങ്കാലയൊക്കെ ഉണ്ട്. കുറെ പെണ്ണുങ്ങൾ പറഞ്ഞല്ലേ, കുറെ കലമൊക്കെ അങ്ങ് ചെലവാ. അണ്ണാ, ഇത് നിങ്ങൾ എവിടെയാണ് കൊണ്ട് വെക്കാൻ പോണത്? ആ അമ്പലത്തിന്റെ സൈഡിലാണ് കൊണ്ട് വെക്കാം. കച്ചവടം നന്നായിട്ട് നടക്കട്ടെടാ. നമ്മളെ വയറ്റിൽ പിഴപ്പല്ലേ ഇത്. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ അങ്ങൊന്നും കൊണ്ടുപോകണ്ട, ഈ ആലയുടെ സൈഡിലങ്ങ് അടിക്കാ മതി. ഓ അങ്ങനെ അതൊരു ബുദ്ധിമുട്ടാവും. ബുദ്ധിമുട്ടാടാ നമ്മളെ ദേവിയുടെ കാര്യത്തിൽ. നീ ഇങ്ങോട്ട് കൊണ്ടില്ലേ, നമുക്ക് നാളെ കാര്യമൊക്കെ പറഞ്ഞോടെ ഇരിക്കാം. അല്ല, നിങ്ങൾക്ക് ജീവിക്കാനുള്ള വഴിയായിട്ട് നിങ്ങൾ ഇരിക്കും. നിങ്ങളുടെ ആ കടയുടെ സൈഡ് ഞാൻ കൊടുത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. വേണ്ട, നമുക്ക് ബുദ്ധിമുട്ടാ. എടാ, ഒരു ബുദ്ധിമുട്ടുമില്ല എന്റെ പൊന്നണ്ണാ. നിങ്ങളല്ല ഇങ്ങോട്ട് വന്നാണ്, ഇങ്ങോട്ട് വാ. നിങ്ങൾ കാട്ടെ, ഇവിടെ നില്ലേ, ഇവിടെ നിക്കണം. ആശ അവിടെ അടുക്കും, ഞാനെടുത്ത് ഇട്ട് തരും, നിങ്ങൾ പിടിക്കും, ആശാന് കൊടുക്കണം. എന്തിനു പറയണേ, ഒരു ബുദ്ധിമുട്ടുമില്ല. അതിരിക്കട്ടെ, ഇവിടെ വെച്ച കച്ചവടം നടക്കും, എന്റെ കലം കച്ചവടം നടക്കും. അതൊക്കെ നടക്കുമല്ലോ. ഇതുവഴിയല്ലേ രാവിലെ പൊങ്കാലയ്ക്ക് മുമ്പുള്ളവർ പോണത്. പിന്നെ കച്ചവടം നടക്കും. പിന്നെ ഇവിടെ വെക്കാം. പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇത് നിങ്ങൾ ഇറക്കി അങ്ങോട്ട് വെക്കാന്ന്. എവിടെ വേണ്ട, നമ്മൾ ഇറക്കിക്കോളാന്ന്. അയ്യോ വേണ്ട വേണ്ട, അയ്യോ വേണ്ട, അത് അയ്യോ അത് മോശം. ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചു. അയ്യോ അത് മോശം മോശം. ഇല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഒന്നാമത്തെ കാര്യം, ഞാൻ ഒരു പണിക്ക് പോകുന്നില്ല, വീട്ടിൽ നിന്ന് ചുമ്മാതിന് തിന്നുന്നു എന്നാണ് ചില നാട്ടുകാരുടെ ചില അഭിപ്രായം. അതുകൊണ്ട് എന്റെ ശരീരം ഒന്ന് അനങ്ങട്ടെ. അത് തിരുത്താനുള്ള ഒരു അവസരമാണ്, അവ നല്ലപോലെ വിനിയോഗിക്കും. അയ്യോ എന്തായാലും ശരിയല്ല, നിങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണ ശരിയല്ല. നിങ്ങൾ അതൊന്നും പറയണ്ട. ഇത് ഞങ്ങൾ അടുക്കി തരും. അണ്ണ ഇങ്ങ വാ, ഇവിടെ വാ. അണ്ണ ഇവിടെ നിന്നാ മതി. അല്ലെങ്കിൽ അണ്ണ അത് അവിടെ ഇല്ല, അണ്ണ ഇപ്പുറത്ത് വേണ്ട. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവിടെ പറക്കി തന്നല്ലേ. വേണ്ട, ഞാൻ പെറുക്കി തരാം. ഞാൻ പറക്കി തന്നല്ല. വേണ്ട, നിങ്ങൾ അവിടെ നിന്നാ മതി. അണ്ണ അവിടെ നിൽക്കുന്ന സ്നേഹമുള്ള പയ്യന്മാർ ഇവിടെ. അങ്ങോട്ട് അടുക്കടാ. അപ്പൊ ഞാൻ ഇട്ട് തരട്ടാ. ഒന്ന് എടാ വായിടാ. അയ്യോ ഞാൻ 100 തവണ പറഞ്ഞാ ഞാൻ ഇറക്കി വെച്ചോളത്. നീ ഞാൻ പറഞ്ഞിട്ട് കേട്ടാ? ദേവിയുടെ കാര്യമായിട്ട് നീ ഒറ്റ കൊടുത്താണ് ഇതിന് കാരണം. അണ്ണാ, ഞാൻ അത് പിന്നെ നിങ്ങൾക്ക് ഒരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതാണ് ഇതിന്റെ ചകായം. പറ്റിപ്പോയണ്ണ, നിങ്ങൾ വിഷമിക്കേണ്ട, മിണ്ടായിരിക്കും. എന്തായാലും ഇത് ചെളി കൊണ്ട് ഉണ്ടാക്കണ സാധനല്ലേ. നാളെ ഇല്ലേ പൊങ്കാല, നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിടാം. നാളെ ചവിട്ടി കൂടി ഒരു 5-6 കാലം ഉണ്ടാക്കിയാലോ. പിന്നെ അല്ലാതെ അണ്ണാ ഒക്കെ കൊണ്ടുപോയെണ്ണ അങ്ങോട്ട്. എല്ലാ കടിയൊക്കെ തരുവണ്ണ. എന്റെ ഓട് ഞാൻ പറയോളാം. എന്റെ ഓട് കൊണ്ടുപോ. പിന്നെ നീ പോ, നിന്റെ അപ്പൂന്റെ ഓട് പറ. കൂട്ടാ കുരു. നാളെ പെണ്ണുങ്ങള് പൊങ്കാല ഇടാൻ വരുമ്പോ എന്റെ നെഞ്ചി കയറുന്നു. പൊങ്കാലയുടെ ഉള്ളു. ദൈവമേ, പൊന്നെണ്ണ എടാ കല വേണമെണ്ണ. കാര്യമുണ്ടല്ലോ അണ്ണ. പിന്നെ അണ്ണ എനിക്ക് ഗ്യാസ് കൊടുക്കുന്നുണ്ട്. അവൻ ഗ്യാസ് കൊടുക്കുമെങ്കിൽ അവന്റെ മണ്ട ഞാറഞ്ഞ് വിളപ്പില്ലേ. എന്നെ കൊണ്ട് കടം പിടിച്ച് എടുക്കാൻ പറഞ്ഞിട്ട് ഇവിടെ അത്ര നശിച്ചിട്ട് ഞാൻ ഗ്യാസ് കൊടുക്കും. നിങ്ങളത് പണി എന്തായാലും സംഭവം എല്ലാം പൊളി. ഞാൻ പിന്നെ എന്റെ കൈ വെട്ടിയടാ. എന്റെ കൈ വെട്ടിയടാ. അയ്യോ ആരുമില്ല. അയ്യോ ദൈവമേ, അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു? വണ്ടി വിളിയടാ. വണ്ടിയാ? വിളി. എല്ല് വട്ടി തൂങ്ങണേ. ഹലോ ആ 108 ഇവിടെ ഒരു എമർജൻസി കേസ്. നിങ്ങൾ വേഗം വരണം. ഊരിപ്പോയ നിങ്ങൾ ഊരിപ്പോ ജംഗ്ഷനിൽ വന്നിട്ട് ഊളമണിയന്റെ ആല ഏതെന്ന് ചോദിച്ചാൽ അത് ഊളമണിയെ സത്യം. അവിടെ വന്നിട്ട് നേരെ സ്റ്റേഡിയത്തിന് താഴെ ഇരിക്കുന്ന ആ ആല തന്നെ. എല്ലാം പറഞ്ഞല്ലോ. ഓക്കെ വണ്ടി വിളിച്ചാ? വിളിച്ചോണ്ട് എന്തോ പറ്റി? കൈ ഒടിഞ്ഞടാ.
വേണോടാ എടാ വേണം. നിനക്കിത് ദൈവം തന്ന ദേവി തന്ന പണിയാണിത്. പോടാ, നീ എന്റെ കഥ കൊടുവാളിനെ പൊട്ടിച്ചോണ്ട് വെട്ടുണ്ടെങ്കിൽ പോടാ. നിനക്ക് ദേവി തന്ന പണിയാണടാ നിനക്കിത്. പൊന്നണ്ണ നിങ്ങളെ കൈയെല്ലാം പൊട്ടിയില്ലേ? ഇതെന്തോന്ന് ചെയ്യാൻ പോണത്? അല്ല ഞാൻ 108 വിളിച്ചിട്ടുണ്ടെണ്ണ. 108? നീ എന്തിനാ 108 വിളിക്കുന്നത്? അല്ല